இங்கே கெடுங்கோ. സത്യഭാമേ, വാതിൽ തുറക്ക. വാതിൽ തുറക്കാനോ പറഞ്ഞേ? എനിക്ക് പോണം. இல்ல, உங்களை அப்படியே விட்டு கொடுக்க முடியாதுங்க. சத்யபாமா, வாதில் துறங்க. எனக்கு உங்க மேல எவ்வளவு பாசம் இருக்குன்னு தெரியாத என்ன? நான் சொல்லணும் கேளு. നിന്നെ നശിപ്പിക്കാൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് പോണെന്ന്. സത്യഭാമാ, കടവുളെ എന്നെ മன்னிச்சிடுங்க. മാമാ, ആളെ അറിഞ്ഞോ? നമ്മുടെ വിശാലാമാളില്ലയാ പോയി. രാത്രിയായിരുന്നു. ഇന്നലെ കോവിലിൽ പോയി വന്ന് കിടന്നതാ. രാവിലെ ഇളയ കൊച്ചൊന്ന് വിളിച്ചപ്പോഴാ സംഗതി മനസ്സിലായത്. വിശാലാമാളുടെ കാറ്റ് പോയാച്ചെന്ന്. അപ്പോ വിശാലാമാളും അങ്ങനെ പോയി. ആ, മദ്രാസിന്ന് ഇളയ മകനൊക്കെ വരണൂന്ന് ദേവമ്മ, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന്. ആ വണക്കം. അന്നേ വിശാലമ്മാള് മദ്രാശിയിലേക്ക് ചെക്കൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ കുറെ കാലം കൂടി ജീവിച്ചിരിക്കാമായിരുന്നു. അതെങ്ങനെ സമയമാകുമ്പോൾ പോയല്ലേ പറ്റൂ. ആ ദേവമ്മ, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടല്ലോ, ഒരു പട്ടരും കുട്ടിയും. പട്ടൊരു കുട്ടിയോ? ഓ തന്നെ, ഒരു പട്ടരും ഒരു കുട്ടിയും. അവര് പക്ഷെ നമ്മുടെ നാട്ടിലെ ഭാഷയൊന്നുമല്ല ദേവമ്മ സംസാരിക്കുന്നത്. വല്ല നാടോടികളുമായിരിക്കും. ആമാ. സുബ്രു, നീ കൊഞ്ചം വെളിയിൽ പോ. എനിക്ക് അമ്മാവക്കിട്ട് കൊഞ്ചം രഹസ്യം പേശണം. ആ അമ്മാളെ, ഞാനേ വിശാലമ്മളുടെ വീട്ടിൽ എന്നെ വിശേഷം പാത്തിട്ട് വരാം. ദേവമ്മ, ഇനി അധികം സമയം കളയണ്ട. നമുക്കൊരു വിൽപത്രം എഴുതി തയ്യാറാക്കണം. കാലശേഷം ഈ സ്വത്തും വകകളുമെല്ലാം അന്യാധീനപ്പെടണ്ടല്ലോ. சௌக்கியமா? நீ இங்கே? நான் இங்கதான் இருக்கேன். நீ? ஓ, குழந்தை? இது காஞ்சனா பாட்டி. காஞ்சனா, அப்புறமா வரேன். காஞ்சனா, காஞ்சனா, காஞ்சனா,
ദേവമോളെ சாப்பிடு சாப்பிடு. பாட்டி செஞ்சது தான். எப்படி? நல்லா இருக்கா? இஷ்டாய? బాగుంది. అప్ప పాయసం వేణమా? വേണ്ടമ്മാ. എന്റെ ഗൗരി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു പേരക്കുട്ടിയെ കണ്ടത്. അതിനെന്താ, ഇവളുണ്ടല്ലോ ഇല്ലേ? ചിലപ്പോഴൊക്കെ ചിലത് പകരം വയ്ക്കാൻ ഭഗവാൻ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പറഞ്ഞതിൽ സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൽപ്പാത്തിയിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. കാശിയിൽ പാതി കൽപ്പാത്തി കണ്ടുമുട്ടണം എന്നുള്ളത് വിധി. ചായ. അതെ, കഴിഞ്ഞ വർഷത്തെ തേരോട്ടത്തിന്റെ കണക്കിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒരു ചായ പൊതുയോഗം കൂടി കണക്കൊക്കെ വെച്ചതല്ലേ, അത് അപ്പോഴല്ലേ പറയേണ്ടത്? എല്ലാം നമുക്കറിയണം. ഒരു ചായ അറിഞ്ഞോ? കണക്കൊക്കെ കൃത്യം. അല്ല പിന്നെ എന്ത് ഉത്സാഹം! ഈ ഉത്സാഹം ചെയ്യുന്ന പണിയിൽ കൂടെ കാണിച്ചിരുന്നെങ്കിൽ ആ വക്കീലിന് 4-5 കേസും കൂടെ കിട്ടിയേനെ. ദേവമ്മാളിന്റെ വീട്ടിലൊരു മരപ്പെട്ടി കറങ്ങി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഒരു നാൾ അവന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിച്ചു. സ്വാമി, എന്താ മോളെ ഒരാലോചന? കൽപ്പാത്തിയിലിരുന്ന് കാശി വരേക്കും എവ്വളോ ദൂരം വരും? ரொம்ப ദൂരമാ. അമ്മാളൊന്ന് അറിഞ്ഞു മനസ്സ് വെച്ച കാശിയിലേക്ക് ഒരു ചുവട് മാത്രം. ജന്മാന്തരങ്ങൾക്കപ്പുറമുള്ള കർമ്മദോഷങ്ങളുടെ പോലും പാപഭാരമകറ്റുന്ന പുണ്യഭൂമിയാണ് കാശി. ഗംഗയൊന്ന് തൊട്ടറിയാൻ അമ്മാളെ തയ്യാറായിക്കണം. വരൂ, ദൂരമേറെയില്ല. വാങ്ങോ.